CPMകാരുടെ തന്ത്രം സമ്മതിക്കേണ്ടത് തന്നെയാണ്. അവരാണ് നല്ല സമർത്ഥന്മാർ, നല്ല കൗശലക്കാർ. ആ തന്ത്രം വേറെ ആരെ കൊണ്ടും പറ്റില്ല. കോൺഗ്രസ്സുകാരെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അവർക്ക് അവരുടേതായ ഒരു രീതിയുണ്ട്, ഷർട്ട് ചുളിയാതെ നടക്കുക. CPM അതല്ല. CPM അല്പം വിയർത്തുകൊണ്ട് തന്നെ കാര്യങ്ങൾ നേടിയെടുക്കുമെന്നുള്ളതാണ്. ഇതൊക്കെയാണ് അവരെ തുടർഭരണത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അത് ഇനിയെങ്കിലും മറ്റു മുന്നണികൾ മനസ്സിലാക്കാത്തതാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇപ്പോൾ MV ഗോവിന്ദൻ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. അതായത് പാർട്ടി കേന്ദ്രങ്ങളൊക്കെ തന്നെ, പാർട്ടി ഓഫീസുകൾ അത് സേവാകേന്ദ്രങ്ങളായി മാറ്റും എന്ന് പറഞ്ഞാൽ പാർട്ടി ഓഫീസുകൾ സേവാകേന്ദ്രങ്ങൾ, സേവിക്കുക, ആര്? ജനങ്ങളെ സേവിക്കുന്ന ഇടങ്ങളാക്കി മാറ്റും എന്ന്. ഇതിൻ്റെ രസം, ഇത് ഏതാണ്ട് ഒരു 2 മാസത്തിന് മുമ്പ് തൃശ്ശൂർ MPയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി വളരെ പരസ്യമായി പറഞ്ഞതാണ്, BJP ഓഫീസുകൾ ഇനിയും സേവാകേന്ദ്രങ്ങളായി മാറണം. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി, ഈ ജനങ്ങളുടെ ഇടയിലേക്ക്, താഴെ തട്ടിലേക്ക് ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ ചെന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം 10 മടങ്ങായി ഉണ്ടാകുമെന്നുള്ളത്. ജനങ്ങളെ സേവിക്കുക. പാർട്ടി ഓഫീസുകൾ എന്ന് പറഞ്ഞാൽ വെറുതെ വന്നിരുന്ന് സൈദ്ധാന്തിക വർത്തമാനം പറയാനുള്ളതല്ല. ബീഡി വലിച്ചും ചായ കുടിച്ചും പരിപ്പോട നിന്നും കഴിയാനുള്ള ഇടമല്ല, ഒരു വിശ്രമതാവളമല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതൊരു ഓഫീസാണ്. ആ സംവിധാനത്തോടുകൂടി പ്രവർത്തിക്കണം. ജനങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ സമീപിക്കാം. എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന്. ഇപ്പോൾ ഈ പാർട്ടി ഓഫീസുകൾ സേവാകേന്ദ്രങ്ങളായി മാറുമ്പോൾ പ്രധാനമായിട്ടും കേന്ദ്ര പദ്ധതികളുണ്ട് നിരവധി. ഇതെല്ലാം പ്രൈം മിനിസ്റ്ററുടെ പേരിലാണ് അറിയപ്പെടുന്നത്. PM ആവാസ യോജന, PM കിസാൻ പദ്ധതി, PM ആയുഷ്മാൻ പദ്ധതി, ഇങ്ങനെ നിരവധി പദ്ധതികളുണ്ട്. ഇതൊന്നും സാധാരണ ജനങ്ങൾക്ക് അത്ര പിടിപ്പില്ല എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊക്കെ പത്രമാധ്യമങ്ങളിലൊക്കെ പരസ്യം വരുന്നുണ്ട്. അതൊക്കെ മറ്റു പരസ്യങ്ങളുടെ ഇടയിൽ പെട്ടിതങ്ങ് മുങ്ങിത്താണ് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ചിലരറിയുന്ന ചിലരെന്ത് ചെയ്യും, ഇതുമായിട്ട് നേരിട്ട് ബാങ്കിനെ സമീപിക്കും. ചെറിയ ചെറിയ വായ്പയല്ലേ, പ്രത്യേകിച്ച് ഇതിന് സബ്സിഡി ഉണ്ട്, പലിശ കുറവാണ്. ബാങ്കുകാരതിനെ നിരുത്സാഹപ്പെടുത്തും. അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തുന്നത് ഏത് തരത്തിൽ? ഇതിന് നിങ്ങൾ ഇന്ന രേഖകൾ സമർപ്പിക്കണം, ഇന്നതാണ് അന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പാവം പിടിച്ച മനുഷ്യരെ ഭയപ്പെടുത്തുക. അവർ ഒന്നുകിൽ കിടപ്പാടം പോലും ഉള്ളവരായിരിക്കത്തില്ല. അങ്ങനെ ഭയപ്പെടുത്തുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി വന്ന് അവർക്ക് നിരാശരാകേണ്ടി വരും. അവിടെയാണ് ഈ പാർട്ടി കേന്ദ്രങ്ങൾ സേവാ കേന്ദ്രങ്ങളായി മാറേണ്ടത്. നേരെ അവിടേക്ക് വരണം, പാർട്ടി ഓഫീസുകളിലേക്ക് വരണം. BJP ഓഫീസാണ് ഇപ്പോൾ സേവാ കേന്ദ്രങ്ങളായി മാറുന്നതെങ്കിൽ അവിടേക്ക് വരണം. അവിടെ വന്ന് കാര്യങ്ങൾ ധരിപ്പിക്കണം. അവിടെ രാവിലെയും വൈകുന്നേരവും മാത്രം തുറക്കുന്ന ഒരിടമായി മാറരുത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രവർത്തിക്കുന്ന ഒരിടമായിട്ട് മാറണം. പാർട്ടി ഓഫീസുകൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു രീതി, രാവിലെയും വന്ന് കുറച്ചു നേരം ഇരിക്കും, വൈകിട്ടും വന്ന് കുറച്ച് പരദൂഷണവും പറഞ്ഞ് ബീഡിയും വലിച്ചു പോകുന്നിടം ആണ്. അത് മാറണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ പൊതുജനങ്ങൾക്ക് അവിടെ എത്തണം. ബാങ്കിൽ പോയി ഈ പദ്ധതികളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നിരുത്സാഹപ്പെടുത്തി വിട്ട കാര്യം ഇത് ഇവിടെ ധരിപ്പിക്കണം. അവിടെ നിന്ന് തന്നെ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ ആളിനെയും കൂട്ടി ബാങ്കിലേക്ക് പോകണം. അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം. അപ്പോഴാണ് താഴെ തട്ടില് പാർട്ടി ഓഫീസുകൾ എന്ന് പറഞ്ഞാൽ വെറും ജില്ലാ കമ്മിറ്റി ഓഫീസുകളൊന്നും അല്ല, എല്ലാം താഴെ തട്ടിലുള്ള ഓഫീസുകൾ മുതൽ ഇങ്ങോട്ടെല്ലാം മുകൾ തട്ട് വരെയും. അപ്പോൾ ജനങ്ങൾക്ക് ഇക്കാര്യത്തെക്കുറിച്ച് വളരെ നല്ല ഒരു ധാരണ ഉണ്ടാകും എന്നുള്ളതാണ്. ആ ധാരണ വരുമ്പോൾ ഇത് ഇവർക്ക് വേണ്ട തരത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ വഴിയരികില്, റോഡ് വക്കില് മീൻ വിൽക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ധാരാളമുണ്ട്. ഇവർക്കും ചെറിയ വായ്പകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വായ്പകളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇവരുടെ അടുക്കലൊക്കെ മുൻകാലങ്ങളിൽ വട്ടിപ്പലിശക്കാരുണ്ടായിരുന്നല്ലോ. കൊള്ളപ്പലിശ വാങ്ങിക്കുന്നവർ വൈകുന്നേരം ചെന്ന് നിന്ന് ഈ ഗുണ്ടാ സ്വഭാവത്തോടു കൂടി നിന്ന് വൻ പലിശ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന വായ്പക്കാരുണ്ട്.
അവരെയെല്ലാം ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ കഴിയും. അവരൊക്കെ ഈ പാവം പിടിച്ച ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ്, അതില്ലാതാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ധാരാളം വായ്പകൾ ഉണ്ടെന്നുള്ളതാണ്. വഴിയോര കച്ചവടക്കാർക്ക്, അത് മീനെന്നല്ല, കച്ചവടക്കാർക്കും വഴിയോര കച്ചവടക്കാർക്കൊക്കെ വായ്പാ പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതിന് ശേഷം ഉണ്ട്. പിന്നെ ഇത് സാധാരണക്കാരന് വീട് വയ്ക്കാൻ ഇതിനൊക്കെ സബ്സിഡി ഉണ്ട്. കിസാൻ പദ്ധതി, ഒരു കർഷകന് ഒരു വർഷം 7000 രൂപ കൊടുക്കുന്നു ഇത്ര സെന്റിന് മുകളിലുള്ളവർക്ക്. അപ്പോൾ ഇത് 2014 മുതൽ ഇങ്ങോട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഈ പല പദ്ധതികളെയും ഇത് സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യും? അത് അവരുടെ പദ്ധതിയാക്കി മാറ്റാനുള്ള ശ്രമം നടത്തും. CPM അതാ എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്, പാർട്ടി കേന്ദ്രങ്ങൾ സേവാ കേന്ദ്രങ്ങളായി മാറണം. അത് CPM അത്തരത്തിലത് ഉപയോഗിക്കും. അവർക്ക് മനസ്സിലായി ഈ പ്രധാനമന്ത്രിയുടെ ഈ പദ്ധതികളൊക്കെ ഇത്തരത്തിൽ ഉപയോഗിക്കാമെന്ന്. BJPയുടെ പാർട്ടി കേന്ദ്രങ്ങളിൽ, പാർട്ടി സേവാ കേന്ദ്രങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ ഈ ബോർഡ് വെക്കണം അങ്ങോട്ട് ഓരോരോ പദ്ധതികളെ കുറിച്ച്. ഇപ്പോൾ PM കിസാൻ പദ്ധതി അതെന്താണ് എന്ന് വിശദമായിട്ട്, അതിന് എത്ര രൂപ വരെ കിട്ടും, ഇപ്പം മുദ്രാ ലോണ് എന്താണ്, ഏതൊക്കെ സ്കീമാണത്, എത്ര ലക്ഷം രൂപ വരെ കിട്ടും, എത്രയാണ് അതിൻ്റെ പലിശ, എത്ര തവണ കൊണ്ടുള്ള തിരിച്ചടവാണ് അതിൻ്റെ പലിശ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായി അവിടെ പ്രദർശിപ്പിക്കണം. സാധാരണ ജനങ്ങൾക്കിത് സമീപിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകുമ്പോൾ ഇത് താഴെ തട്ടിലേക്ക് ചെല്ലും. അത് BJPക്ക് ഏറെ ഗുണകരമായി മാറും. BJP മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഈ ആശയവും പദ്ധതികളുമാണ് CPM എടുത്തുകൊണ്ടുപോകാൻ നിൽക്കുന്നത്. അവരിത് താഴെ തട്ടിൽ നടപ്പിലാക്കും. CPM എന്ന് പറഞ്ഞാൽ കേഡർ പാർട്ടിയാണ്, BJPയും കേഡർ പാർട്ടിയാണ്. പക്ഷെ അതിനു മുമ്പേ ഒരു മുഴം മുന്നേ എറിയുന്നവരാണ് CPM. അവർ കൃത്യമായിട്ട് ഇത് നടപ്പിലാക്കും. അവർ കേഡർ പാർട്ടിയാകുമ്പോൾ അവർ കൃത്യമായി അവിടെ ഓഫീസ് സംവിധാനം പോലെ ആളിനെ ഇരുത്തുമെന്നുള്ളതാണ്. പഴയ CPM അല്ലല്ലോ, വെറും സൈദ്ധാന്തിക വിചാരം അടിക്കുകയും പരിപ്പോടെയും കട്ടൻ ചായയും കുടിച്ചു പോകുന്നവരല്ല അവരിത് നടപ്പിലാക്കി അവരുടേതാക്കി മാറ്റും. താഴെ തട്ടിലേക്ക് ഇത് ചെല്ലുമ്പോൾ ഇവർക്കിത് വേറെ തരത്തിൽ ഗുണകരമാകും. തുടർഭരണത്തിലേക്കാണ് പോകുന്നത്. BJP കേരളത്തില് ഒരു ചലനമുണ്ടാക്കാനിരിക്കുന്ന അവസരത്തില് ഈ പദ്ധതികൾ, സുരേഷ് ഗോപി പറഞ്ഞ ഈ കാര്യം നടപ്പിലാക്കണം. പാർട്ടി ഓഫീസുകൾ എഴുതി വെക്കേണ്ടത് BJPയുടെ ഇന്ന മണ്ഡലം കമ്മിറ്റി ഓഫീസ് എന്നല്ല വെക്കേണ്ടത്, അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി ഓഫീസ് എന്നല്ല വെക്കേണ്ടത്, ഇന്ന മണ്ഡലം സേവാകേന്ദ്രം ബ്രാക്കറ്റിലെ കൊടുക്കാവൂ BJPയുടെ എന്നൊക്കെ. അപ്പൊ സേവാകേന്ദ്രങ്ങളായി മാറണം. ജനങ്ങൾക്ക് അവരുടെ പരാതി കേൾക്കുന്ന സമയം കൃത്യമായി എഴുതി വെക്കണം. അവരവിടെ എത്തും. അല്ലാതെ വഴിയിൽ എവിടെങ്കിലും വെച്ച് രാഷ്ട്രീയ നേതാവിനെ കണ്ട് ഇതെങ്ങനെയാണ്, ഈ വായ്പയുടെ കാര്യം എങ്ങനെയാണ്, അത് ഞാൻ ശരിയാക്കി തരാം, ബാങ്കിലോട്ട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം എന്നൊക്കെ പറയുന്ന പഴയ ഒരു രീതിയുണ്ട്. എന്നിട്ട് ഈ വായ്പ എടുക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് ഒരു കാലത്ത് കമ്മീഷൻ വരെ വാങ്ങിക്കൊണ്ടിരുന്ന രാഷ്ട്രീയക്കാരുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരിൽ. CPMകാരും ചെയ്തിട്ടുണ്ട്, അവരും മോശക്കാരല്ല. അവരുടെ നമുക്കറിയാമല്ലോ ബാങ്ക് തട്ടിപ്പ് കേസുകളൊക്കെ തന്നെ. അപ്പോൾ ഇത്തരത്തിൽ ഈ പാർട്ടി കേന്ദ്രങ്ങളെ സേവാ കേന്ദ്രങ്ങളാക്കി മാറ്റുമ്പോൾ അതിൻ്റെ ഗുണം പാർട്ടിക്ക് കിട്ടുമെന്നുള്ളതാണ്. ഈ തന്ത്രം എം വി ഗോവിന്ദൻ കൃത്യമായി മനസ്സിലാക്കി. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചത്. നമുക്കറിയാം, കേന്ദ്രത്തിൻ്റെ പല പദ്ധതികളും സംസ്ഥാനം അട്ടിമറിച്ചിട്ടുണ്ട്. അട്ടിമറിക്ക് മാത്രമല്ല, അത് അവരുടേതാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കോവിഡ് കാലത്ത് തന്നെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന പലതരത്തിലുള്ള ആനുകൂല്യം, ഭക്ഷ്യധാന്യങ്ങളുടെ കിറ്റ്, മറ്റു ഭക്ഷ്യവസ്തുക്കളൊക്കെ തന്നെ ഇവിടെ സർക്കാർ അവരുടേതാക്കി മാറ്റുകയും ചെയ്തു. ഇതിനെ ചോദിക്കാൻ ആർക്കും കഴിയാതെ പോയി എന്നുള്ളതാണ്. ആരും വെളിപ്പെടുത്താനും തയ്യാറായില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് CPM ഇപ്പോൾ വീണ്ടും ഉപയോഗിക്കുന്നു എന്ന് വേണം പറയാൻ. അതിനാണ് തടയിട്ടുകൊണ്ട് BJP ഇക്കാര്യത്തിൽ ഒരു മുഴം മുന്നേ എറിയാൻ പഠിക്കണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ BJPക്ക് അതിൻ്റെ നേട്ടമുണ്ടാകും. രാജീവ് ചന്ദ്രശേഖർ ഇത് താഴെത്തട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ BJP കേരളത്തിൽ വളരും എന്നുള്ളത് ഉറപ്പാണ്.